ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് ടൈം ഉണ്ടായ പാവയ്ക്ക വിളവെടുപ്പ് നടത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു 5-6 തവണയൊക്കെ അതിൽ നിന്ന് പറിച്ചിട്ടുണ്ടാവും ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം എടുത്ത് വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ മുമ്പ് എടുത്ത് വെച്ചതാണ്, തിരക്കൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടാഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ അകത്തുള്ള സീഡ്സൊക്കെ കുരുവൊക്കെയും നല്ല മൂപ്പായിട്ടുണ്ട് കേട്ടോ, പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വീണ്ടും ഞാൻ നട്ടതാണ്. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞത് പാവലും വെണ്ടയും എല്ലാം മുളച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഇനി മാറ്റി നടാറായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പഴുത്ത കുരുക്കളാണ് കേട്ടോ. കുരുവല്ല, അതിൻ്റെ ആ കവറിങ് ഫുള്ളും പഴുപ്പ് വന്നതുകൊണ്ട് അതിൻ്റെ നമുക്ക് ഏകദേശം മനസ്സിലാവും അതിൻ്റെ കുരുവൊക്കെ മൂപ്പായിട്ടുണ്ടെന്ന്. അങ്ങനെ അത് വീണ്ടും നട്ടിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. കുറേ പാവയ്ക്കേൻ്റെ തൈ വീണ്ടും ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നട്ടിട്ട് ഇതേപോലെ കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക, ഷെയറും കൂടെ ചെയ്യട്ടോ. അപ്പോൾ ഈ പാവയ്ക്കേൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ കയ്പ്പ് തീരെ ഇല്ല കേട്ടോ. കയ്പ്പ് തീരെ ഇല്ല എന്നല്ല, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല കഴിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റൂല. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഇതിന് ഒരു നോർമൽ കയ്പ്പേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് തേങ്ങയൊന്നും ചിരവി ഇടാതെയാണ് ഉപ്പേരി ഉണ്ടാക്കിയത്. എന്നിട്ട് തന്നെ അത് വെറുതെ കഴിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രത്തോളം കയ്പ്പേ ഇതിനുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.